എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിനണിംസിന്റെ PYQ ആണ്. ഇതുവരെ PSC ചോദിച്ചിട്ടുള്ള സിനണിംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഫസ്റ്റ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തു കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാനത് കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കൂടെ ഫോളോ ചെയ്യാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വേർഡ് നോക്കിയേ, എന്താണ്? എപ്പോൾ. എപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്മേ, അതായത് ഷോക്ക്ഡ് ആയിട്ടിരിക്കുക കേട്ടോ. നമ്മൾ ആകെ ഇങ്ങനെ ഞെട്ടിയിരിക്കുക എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് എപ്പോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മീൻസ് ഡിസ്മേ അല്ലെങ്കിൽ ഷോക്ക്ഡ് ആയിട്ടിരിക്കുക, സർപ്രൈസ്ഡ് ആയിട്ടിരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു മീനിങ് ആണ് എപ്പോൾ. ഓക്കെ, ഇനി ആലോചിക്കാനായിട്ട് നമുക്ക് എപ്പോൾ എന്ന് പറയുമ്പോണ്ടല്ലോ ആപ്പ് ഓൾ എന്നുള്ള രീതിയിൽ ഓർക്കാം. ഓക്കെ, ആപ്പ് ആപ്പ് ഓൾ, എല്ലാവർക്കും ആപ്പ് ഫ്രീ ആയിട്ടൊക്കെ കിട്ടി എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഷോക്ക് ആവും അല്ലെ. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഇറ്റ് മീൻസ് വാട്ട്? ഡിസ്മേ അല്ലെങ്കിൽ സർപ്രൈസ് ആണ്. ആപ്പ് ഓൾ, എല്ലാവർക്കും ആപ്പ് ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ സർപ്രൈസ്ഡ് ആവും എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. ഓക്കെ, അടുത്ത വേർഡ് നോക്കിയേ, കൊഹഷൻ ആണ്. കൊഹഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സോളിഡാരിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് ചേർന്നിരിക്കുക, അല്ലെങ്കിൽ എന്താ പറയാ, കൊഹസീവ് ഫോഴ്സ്, അഡസീവ് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. വളരെ അട്രാക്റ്റീവ് ഫോഴ്സുകളാണ്. അപ്പോൾ ഒന്നിച്ച് ചേർന്നിരിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് സോളിഡാരിറ്റി അല്ലെങ്കിൽ കൊഹഷൻ. കൊഹഷൻ കേട്ടോ. അടുത്ത് നോക്കിയേ, എൻഡ്യൂർ. എൻഡ്യൂറൻസ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പേഴ്സിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അണ്ടർഗോ ചെയ്യുക, തരണം ചെയ്യുക, അണ്ടർഗോ ചെയ്യുക, അതാണ് എൻഡ്യൂർ. അപ്പൊ 3 വാക്കുകൾ നമ്മൾ പഠിച്ചു കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാല് സർപ്രൈസ്ഡ് അല്ലെങ്കിൽ ഡിസ്മേ, ഷോക്ക്ഡ്. പിന്നെ കൊഹഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സോളിഡാരിറ്റി. ഓക്കെ, ഒന്ന് ചേർന്നിരിക്കുക. എൻഡ്യൂർ എന്ന് പറഞ്ഞാൽ പേഴ്സിസ്റ്റ് അല്ലെങ്കിൽ അണ്ടർഗോ. അതിന്റെ മീനിങ് നല്ലപോലെ മനസ്സിലാക്കുക കേട്ടോ. ചിലപ്പോൾ ഓപ്ഷനിൽ ഇതേ വേർഡ്സ് ആയിരിക്കില്ല കൊടുക്കുക. അപ്പൊ നമ്മൾ അതിന്റെ മീനിങ് നല്ലപോലെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അടുത്ത് നോക്കിയേ, മെലിയബിൾ. മെലിയബിൾ ഒക്കെ നമ്മൾ മെലിയബിലിറ്റി, ഡക്റ്റിലിറ്റി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലെ, നമ്മുടെ മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട്. മെലിയബിൾ എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലെക്സിബിൾ ആണ്. അടിച്ചു പരത്താൻ പറ്റുന്ന ഒന്നിനെയാണ് നമ്മൾ മെല്ലിയബിൾ എന്ന് പറയുക. ഫ്ലെക്സിബിൾ ആണ്, എങ്ങനെ വേണമെങ്കിലും ആക്കാം അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ മെല്ലിയബിൾ എന്ന് പറയാ കേട്ടോ. ഇനി വിൻസം എന്ന് പറഞ്ഞാൽ എന്താ? വിൻസം എന്ന് പറഞ്ഞാൽ നല്ല ചാമിങ് ആയിട്ടുള്ള, അട്രാക്റ്റീവ് ആയിട്ടുള്ള, ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? വിൻസം എന്ന് പറയാ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഓർത്ത് വെക്കാം, നമ്മൾ വിൻ ചെയ്യാണ്, കുറച്ച് ആൾക്കാരെങ്കിലും നമ്മളിങ്ങനെ വിൻ ചെയ്യാണ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കുറച്ച് ആൾക്കാരെങ്കിലും ഇങ്ങനെ പിടിച്ചെടുക്കുകയാണ്. അട്രാക്റ്റീവ് ആവുക, അല്ലെങ്കിൽ എന്താ പറയാ, ചാമിങ് ആയിട്ടുള്ള, വശീകരിക്കാൻ പറ്റുന്ന. നമ്മൾ അതിനൊരു വാക്ക് പഠിച്ചിട്ടുണ്ടല്ലോ, എല്യൂർ എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ അല്ലു അർജുനായിട്ട് കണക്ട് ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ എല്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ദാറ്റ് ഇസ് ചാമിങ്. അതേപോലെ തന്നെ വിൻസം, കുറച്ച് ആൾക്കാരെങ്കിലും, ആൾക്കാരെങ്കിലും നമുക്ക് വിൻ ചെയ്യാൻ പറ്റും, നമ്മൾ വളരെ ചാമിങ് ആയതുകൊണ്ട് എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം. ഓക്കെ, അടുത്ത വേർഡ് നോക്കാം, സെഗ്രിഗേറ്റ്. സെഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റ് ചെയ്യുക. നമ്മൾ കോവിഡിന്റെ ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള ഒരു വാക്കായിരിക്കും ഐസൊലേഷൻ, അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്യുക, ഒറ്റപ്പെടുത്തുക. സെഗ്രിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഐസൊലേറ്റ്. ഓക്കെ, ഇനി പ്രോവസ്. പ്രോവസ് എന്ന് പറഞ്ഞാൽ ഡെക്സ്റ്റിറിറ്റി അല്ലെങ്കിൽ സ്കിൽ എന്നുള്ളൊരു മീനിങ് ആണ്. ഒരു സ്കില്ല് കേട്ടോ. അതിനെയാണ് എന്ത് പറയാ? പ്രോവസ് എന്ന് പറയാ. അപ്പൊ പ്രോവസ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കിയാൽ നമുക്കൊരു പവർ എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാം അല്ലെ. ആറ് മൂവയൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു പവർ, നല്ല പവർ ഉള്ള ഒരാൾക്ക് നല്ല സ്കിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാലോ അല്ലെ. അപ്പൊ പ്രൊവസ് എന്ന് പറഞ്ഞാൽ പവറുമായിട്ട് ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പൊ നല്ല പവറുള്ള ആൾക്ക് നല്ല സ്കിൽ ഉണ്ടാവും എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ. സ്കിൽ എന്ന് പറയുന്നതാണ് ഡെക്സ്റ്റിറിറ്റി അല്ലെ. നമ്മുടെ കൈയുടെ ഒരു സ്കില്ലിനെയാണ് നമ്മൾ ഡെക്സ്റ്റിറിറ്റി എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത് നോക്കാം, എബൗണ്ട്. എബൗണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലറിഷ് ആണ്, അല്ലെങ്കിൽ ധാരാളം, പ്ലെന്റിഫുൾ എന്നുള്ളൊരു മീനിങ് ആണ് എബൗണ്ട് കേട്ടോ. എബൗണ്ട് എന്ന് പറഞ്ഞാൽ ധാരാളം അല്ലെങ്കിൽ പ്ലെന്റിഫുൾ എന്നുള്ളൊരു മീനിങ് ആണ് എബൗണ്ട്. അപ്പൊ കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? നമുക്കൊന്നും കൂടെ നോക്കാം അല്ലെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആപ്പോൾ എന്ന് പറയുമ്പോൾ ഡിസ്മേ, സർപ്രൈസ്ഡ് എന്നൊക്കെ ഓർത്ത് വെക്കാം. കൊഹഷൻ, കൊഹസീവ് ഫോഴ്സ് ആണ്, സോളിഡാരിറ്റി. എൻഡ്യൂർ എന്ന് പറഞ്ഞാൽ അണ്ടർഗോ ചെയ്യുക. മലിയബിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫ്ലെക്സിബിൾ അല്ലെ. പിന്നെ വിൻസം, കുറച്ച് ആൾക്കാരെങ്കിലും നമ്മൾ വിൻ ചെയ്യാണ്, ചാമിങ്. സെഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഐസൊലേറ്റ്. പ്രൊവസ്, പ്രൊവസ് എന്തായാലും നമ്മുടെ പവർ ആയിട്ടൊക്കെ ഓർത്ത് വെക്കാം എന്ന് പറഞ്ഞാൽ നല്ല സ്കിൽ ഉണ്ട് അല്ലെ. അപ്പൊ ഡെക്സ്റ്റിറിറ്റി സ്കില്ലാണ് കേട്ടോ. എബൗണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലറിഷ് അല്ലെങ്കിൽ പ്ലെന്റിഫുൾ. അടുത്ത് നോക്കാം, എംനസ്റ്റി. എംനസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ? പാർഡൺ ചെയ്യുക, എക്സ്ക്യൂസ് ചെയ്യുക. ഓക്കെ, പാർഡൺ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് എംനസ്റ്റി. ഓക്കെ, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. എംനസ്റ്റി എന്ന് പറഞ്ഞാൽ പാർഡൺ ചെയ്യുക, എക്സ്ക്യൂസ് ചെയ്യുക കേട്ടോ. അത് ആന്റിസിപ്പേറ്റ്. ആന്റിസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെക്ട് ചെയ്യാണ്, നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. അപ്പൊ ആന്റിസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എക്സ്പെക്ട് ആണ്, എക്സ്പെക്ട് ചെയ്യുക കേട്ടോ. അടുത്ത് നോക്കാം, ട്രവെയിൽ. ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ട്രവെയിൽ എന്ന് പറഞ്ഞാൽ ആഗ്നിയാണ്. ഓക്കെ, ആഗ്നിയാണ് ട്രവെയിൽ.
അപ്പൊ ആഗ്നി എന്ന് പറഞ്ഞാൽ എന്താ? പെയിന് അല്ലെ? പെയിൻ ആണ്. ഇനി അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഓർത്ത് വെക്കാം, അഗ്നിയായിട്ടൊന്ന് കണക്ട് ചെയ്യാം അല്ലെ? ആഗ്നി എന്ന് പറയുമ്പോൾ അഗ്നിയായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അഗ്നി കയ്യിലൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ പെയിൻഫുൾ ആണെന്നൊക്കെ ഓർത്ത് വെക്കുക അല്ലെ? അപ്പൊ അതേപോലെ പ്രവെയിൽ ഇറ്റ് മീൻസ് ആഗ്നി ഇറ്റ് മീൻസ് പെയിൻ ആണ്. ഇനി പ്രവെയിൽ ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് ജസ്റ്റ് വെയിൽ ഓർക്കാം അല്ലെ? വെയിൽ അടിച്ചു കഴിയുമ്പോൾ നല്ല പെയിൻഫുൾ ആയിരിക്കും എന്നൊക്കെ ഓർത്ത് വെക്കാം, തലവേദന വരും, അല്ലെങ്കിൽ ആഗ്നി ആയിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. അടുത്ത ഡിറ്റസ്റ്റ് ആണ്. ഡിറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെയ്റ്റ് ആണ്. ഡിറ്റസ്റ്റ്. അപ്പൊ ടെസ്റ്റ് ഒക്കെ നമുക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല അല്ലെ? നമുക്ക് കുറച്ച് വെറുപ്പാണെന്നുള്ള രീതിയിൽ വെറുതെ കണക്ട് ചെയ്യാം കേട്ടോ. ഡിറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെയ്റ്റ് ആണ്. എല്ലാവരും നല്ല രീതിയിൽ MCQും PYQും ഒക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഡിറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഹെയ്റ്റ് ആണ്, ഹെയ്റ്റ് ആണ്, വെറുപ്പാണ് കേട്ടോ. ടെസ്റ്റ് നമുക്ക് ഇഷ്ടമല്ല, വെറുപ്പാണെന്നുള്ള രീതിയിൽ ഓർക്കാം. അടുത്ത ഹമ്പിൾ ആണ്. ഹമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ മോഡസ്റ്റ് ആയിട്ടുള്ള, ഓക്കെ, ഹമ്പിൾ പേഴ്സൺ ആണ് അല്ലെ? നല്ല എന്താ പറയാ, വിനയമുള്ള, മോഡസ്റ്റ് ആയിട്ടുള്ള എന്നുള്ളൊരു മീനിങ് ആണ് ഹമ്പിൾ, മോഡസ്റ്റ്. നെക്സ്റ്റ് ഇസ് ഡെമോളിഷ്. ഡെമോളിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ റേസ് ചെയ്യുക, ഡിസ്ട്രോയ് ചെയ്യുക. ഡെമോളിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? റേസ്. റേസ് എന്ന് പറയുമ്പോൾ RASD ആണ്. റേസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇറേസർ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം അല്ലെ? സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്, പക്ഷെ ഇറേസർ ആയിട്ട് കണക്ട് ചെയ്യാം. നമ്മളിങ്ങനെ മാച്ച് കളയുക അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുക, ഇല്ലാണ്ടാക്കുക എന്നൊക്കെ ഒരു രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ. സോ ഡെമോളിഷ് ഇറ്റ് മീൻസ് വാട്ട് ഇറ്റ് മീൻസ്? റേസ് ആണ്. അടുത്ത് നോക്കാം, ഹേസ്റ്റി. ഹേസ്റ്റി എന്ന് പറഞ്ഞാൽ എക്സ്പെഡീഷ്യസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഹേസ്റ്റി എന്ന് പറയുമ്പോൾ ഹാസ്റ്റ്, HAST ഒന്ന് എടുത്ത് നോക്കിയേ, ഫാസ്റ്റ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പൊ ഹാസ്റ്റ്, ഫാസ്റ്റ് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. മീനിങ് എപ്പോഴും മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പൊ ഹാസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള, നല്ല വേഗതയിൽ ചെയ്യുന്ന എന്നൊക്കെ ഒരു മീനിങ് ആണ് ഹാസ്റ്റി. അതേ മീനിങ് ആണ് എക്സ്പെഡീഷ്യസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, എക്സ്പെഡീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള കേട്ടോ. നമുക്ക് എക്സ്പെഡീഷ്യസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ എക്സ്പെൻഡിച്ചർ ആയിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എക്സ്പെൻഡിച്ചർ നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെലവാക്കും. ഓക്കെ, അപ്പൊ ഫാസ്റ്റ്, എക്സ്പെൻഡിച്ചർ എന്നുള്ള രീതിയിൽ ഹാസ്റ്റി, എക്സ്പെഡീഷ്യസ്. ഒന്ന് നോക്കുക കേട്ടോ, കണക്ട് ചെയ്യാൻ പറ്റണോ നോക്കുക. അടുത്ത കോസ്റ്റിക് ആണ്. കോസ്റ്റിക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അസറ്റിക്. ആലോചിക്കാലോ, കോസ്റ്റിക് സോഡ അല്ലെ? അപ്പൊ അസറ്റിക് ആണെന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. കോസ്റ്റിക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അസറ്റിക് ആണ്. അടുത്ത കെലൗസ്. കെലൗസ് എന്ന് പറഞ്ഞാൽ വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ അൺഫീലിംഗ് ആയിട്ടുള്ള, ഫീലിങ്സ് ഒന്നും ഇല്ലാത്ത, വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു മീനിങ് ആണ് കെലൗസ്. നമുക്ക് ഓർക്കാം, നമ്മൾ എത്ര കോൾ ചെയ്താലും, നമ്മൾ ഹെൽപ്പിനൊക്കെ വേണ്ടിയിട്ട് എത്ര കോൾ ചെയ്താലും തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരുണ്ടാവും അല്ലെ? ഫീലിംഗ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നൊക്കെ ഓർത്ത് വെക്കാം. അപ്പൊ അൺഫീലിംഗ് എന്നുള്ള രീതിയിൽ ഓർക്കാം. കെലൗസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് അൺഫീലിംഗ്. ഓക്കെ, ഫീലിംഗ് ഒന്നും ഇല്ല എന്നുള്ളൊരു രീതിയിൽ കേട്ടോ. അതേപോലെ തന്നെ ബ്രൂട്ടൽ ആയിട്ടുള്ള, വളരെ മാരകമായിട്ടുള്ള രീതിയിൽ കൊലപ്പെടുത്തുക എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പൊ ബ്രൂട്ടൽ. അപ്പൊ കെലൗസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ബ്രൂട്ടൽ. അതേപോലെ തന്നെ അൺഫീലിംഗ് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. പ്രൊവോക്ക് ചെയ്യുക അല്ലെ? പ്രൊവോക്ക് എന്ന് പറഞ്ഞാൽ അറൗസ് അല്ലെങ്കിൽ എനോയ് ചെയ്യുക, ദേഷ്യം വരിക. ഒരാളെ പ്രൊവോക്ക് ചെയ്യല്ലേ എന്ന് പറയില്ലേ? അയാളെങ്ങനെ എന്താ പറയാ, ഇറിറ്റേറ്റ് ചെയ്യല്ലേ, അല്ലെങ്കിൽ എനോയ് ചെയ്യല്ലേ, ദേഷ്യപ്പെടുത്തല്ലേ എന്നുള്ളൊരു മീനിങ് കേട്ടോ. പ്രൊവോക്ക്. ഓക്കെ, അപ്പൊ ഒരു നെഗറ്റീവ് സെൻസിൽ പറയുന്ന ഒരു വേർഡ് ആണ് പ്രൊവോക്ക്. ദാറ്റ് ഈസ് എനോയ് അല്ലെങ്കിൽ ആങ്കർ, അറൗസ് ആണ്. അപ്പൊ നമുക്ക് വാക്കുകളൊക്കെ ഒന്നും കൂടെ നോക്കാം അല്ലെ? എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് സെറ്റ് ഓഫ് വേർഡ്സ് നോക്കാം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാ നമ്മൾ പറഞ്ഞു നിർത്തേ? എപ്പോൾ, എല്ലാവർക്കും കിട്ടുന്ന നോക്കുക. മീൻസ് ഡിസ്മേ, സർപ്രൈസ്. കൊഹെഷൻ എന്ന് പറഞ്ഞാൽ സോളിഡാരിറ്റി. എൻഡ്യൂർ എന്ന് പറഞ്ഞാൽ എന്താ? എൻഡ്യൂർ എന്ന് പറഞ്ഞാൽ പെർസിസ്റ്റ്, അണ്ടർഗോ. മാലിയബിൾ എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ. വിൻസം എന്ന് പറഞ്ഞാൽ ചാമിങ്. സെഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഐസൊലേറ്റ്. പ്രൊവസ് ഓർത്ത് നോക്കി എന്തായിരുന്നു? ഡെക്സ്റ്ററിറ്റി, നമ്മുടെ സ്കിൽ അല്ലെ? എബൗണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലറിഷ്, പ്ലെന്റിഫുൾ. ആംനസ്റ്റി എന്ന് പറഞ്ഞാൽ പാർഡൻ. ആന്റിസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യുക. ട്രവേൽ എന്ന് പറഞ്ഞാൽ ആഗ്നി, പെയിൻ. ഡിറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെയ്റ്റ്. ഹമ്പിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് മോഡസ്റ്റ്. ഡെമോളിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റേസ് ചെയ്യുക. ഹാസ്റ്റി എന്ന് പറഞ്ഞാൽ എക്സ്പെഡീഷ്യസ് അല്ലെ? കോസ്റ്റിക് എന്ന് പറഞ്ഞാൽ അസിഡിക് ആണ്. കെലൗസ്, ബ്രൂട്ടൽ അല്ലെങ്കിൽ അൺഫീലിംഗ്. പ്രൊവോക്ക് ചെയ്യുക, എറൗസ്, എനോയ്, ആങ്കർ. ഓക്കെ, ഇനി രണ്ട് വാക്കുകളും കൂടെ നമുക്ക് നോക്കാനുണ്ട്. അതോടെ നമ്മൾ 40 വേർഡ്സ് ഡിസ്കസ് ചെയ്തു കേട്ടോ. PYQ ആണ്. 20 വേർഡ്സ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഡിസോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഫെയ്ഡ് ചെയ്യുക അല്ലെ? ഡിസോൾവ് ആയി, ഇപ്പൊ ഉപ്പ് വെള്ളത്തിൽ ഡിസോൾവ് ആയി എന്ന് പറഞ്ഞാൽ അതിനകത്ത് കലങ്ങി, ഫുള്ള് കലങ്ങി. അപ്പൊ ഫെയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ കലങ്ങി ചേരുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ഡിസോൾവ് ചെയ്യുക. എക്സ്പോസിറ്ററി. എക്സ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ ഇലുസ്ട്രേറ്റ് ചെയ്യുക, ഇലുസ്ട്രേറ്റീവ്, എക്സ്പ്ലനേറ്ററി അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് കേട്ടോ. അപ്പൊ എക്സ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിശദീകരിക്കുക അല്ലെ? ഡിസ്ക്രിപ്റ്റീവ്. എക്സ്പോസിറ്ററി തെറ്റിക്കരുത്, എന്താണ്? ഇലുസ്ട്രേറ്റീവ് അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ്. എക്സ്പോസ് ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ,
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ള. ഇനിയും നമുക്ക് PYQ സിനോണിംസ് ചെയ്യാനുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ. നമ്മുടെ ക്രാഷ് കോഴ്സ് നടക്കുകയാണ്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ്, അതേപോലെ തന്നെ മലയാളം, ഈ 3 സബ്ജക്ട്സിന് കൂടിയിട്ട് നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് ക്രാഷ് കോഴ്സ്, അതിനുള്ള പ്രൈസ് ആണ് കൊടുത്തിട്ടുള്ളത് 999. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ ഗ്രാമറും അതേപോലെ തന്നെ 800 ക്വസ്റ്റ്യൻസും പിന്നെ നമ്മൾ വൊക്കാബുലറിയും ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സെഷനാണ് ഇംഗ്ലീഷിൽ വരുന്നത്. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് മന്ത് വൈസ് ടോപ്പിക് വൈസ് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ മലയാളം നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാനും മറക്കണ്ട. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.